കർത്താവേ അങ്ങനെ ദൃഢമായി ഞാൻ ശരണപ്പെടും, നിശ്ചയമായി. എന്നിട്ട് അടുത്തത്, വിധിയിൽ വീഴാതവരെ ഞാൻ അന്തിമ ദിവസം, ആ അന്തിമ ദിവസത്തിൽ ഉയർപ്പിക്കണം ഗ്യാരണ്ടിയാണ് ഇപ്പൊ നിനക്ക് തന്നേക്കണത്, നീ ഭക്ഷിച്ചേക്കണത്. അതാണ് മർത്തയോട് പറഞ്ഞത്, നീ ഇത് വിശ്വസിക്കുമെങ്കിൽ മഹത്വം കാണും. നമ്മളിപ്പോഴും പാപത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം പറയണത് മുഴുവനും മഹത്വം 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 മഹത്വം. മഹത്വത്തെക്കുറിച്ച് ചിന്തിക്കുക. നീ ഒരു മഹത്വമുള്ള ആളാണ്, നീ മഹത്വം നിറഞ്ഞ കർത്താവ് നിന്നിൽ നിറഞ്ഞു നിൽക്കുന്നു. അത് കാണും നമ്മൾ. അതാണ് താവൂർ മലയിൽ കണ്ടത്. അതാണ് യോഹന്നാൻ 1:14 പറയണത്, വചനം മാംസമായി അവതരിച്ചു, അവൻ്റെ മഹത്വം അവർ കണ്ടു. കണ്ടോ, എപ്പോഴാണ് ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടായത്? മഹത്വം ഉണ്ടായത് ദൈവം മനുഷ്യനായി അവതരിച്ചു കഴിഞ്ഞപ്പോഴാണ്. മോശയ്ക്ക് അന്ന് മഹത്വം കാണാൻ പറ്റിയോ? മോശയോട് പറഞ്ഞു, ഈ ദിവസങ്ങളിലുള്ള വായനയിൽ കണ്ടില്ലേ, ഞാൻ നിന്റെ പുറകെ നിന്റെ മുമ്പിലൂടെ പോകും, പക്ഷെ നീ എന്നെ കാണില്ല. ആ മോശ യേശു മനുഷ്യനായി അവതരിച്ചു കഴിഞ്ഞ് താബോർ മലയിൽ ഇരിക്കുന്ന സമയത്ത് മഹത്വം കണ്ടു. നമ്മൾ അത് കണ്ട് പത്രോസും കണ്ടു. എന്ന മാതിരി നമ്മളെല്ലാവരും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മഹത്വം കാണുന്നവരാണ്. യേശു ക്രിസ്തു ദൈവം മനുഷ്യനായി അവതരിച്ചു വന്നിട്ട് എന്തിനാണ് വന്നത്? നമ്മളെ മഹത്വീകരിക്കാൻ വേണ്ടിയാണ്, നമുക്ക് ആ മഹത്വം തരാൻ വേണ്ടിയാണ്. അവൻ്റെ മഹത്വത്തിൽ നമ്മൾ പങ്കുചേരും. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി. അതാണ് ഞാൻ ചെയ്തതിനേക്കാളും വലിയ പ്രവൃത്തി. പ്രൈസ് ദി ലോർഡ്. എന്താണ് നിങ്ങളുടെ ചോദ്യം? ഒരു വാല്യൂസിൽ ജീവിച്ചില്ലെങ്കിൽ അവൻ സ്വർഗത്തിൽ കൊണ്ടുപോകാം. അതാണ് നമ്മളെപ്പോഴും നല്ല വാല്യൂസിൽ ജീവിക്കണം. നന്നായി നന്മ ചെയ്യുന്നവരെ ആണോ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നത്? അതിനുവേണ്ടി മാത്രമാണോ കർത്താവ് വന്നത്? അവരെയൊക്കെ അറിയിക്കാം. എങ്ങനെ അറിയും? ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല, എന്നിട്ടും അവയുടെ സ്വരം ഭൂമി. അപ്പം നമ്മുടെ വിശ്വസിക്കുക, ദൈവമേ അയാളൊരു നിരീശ്വരവാദിയാണ് എങ്കിലും ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഒരു തളർവാദ രോഗിയെ 4 ജീസസ് യൂത്തുകാർ പൊക്കിക്കൊണ്ടുവന്നു. അയാൾക്ക് വിശ്വാസമുണ്ടോ? തളർന്നു കിടക്കുകയാണ്. ഹീസ് ശരിക്കും സോഷ്യൽ സർവീസിൻ്റെ ഒരു ടാർജറ്റാണ്. ഇയാൾക്ക് ബ്രെയിൻ ഫ്രോസണാണ്. അയാൾക്ക് ഇങ്ങനെ ഇരിക്കുകയാണ്, തളർന്നു കിടക്കുകയാണ്. ഹി ഹാസ് നോ ഫെയ്ത്ത്. ഫെയ്ത്ത് എക്സർസൈസ് ചെയ്യുന്നുണ്ടോ അവിടെ? നമ്മൾ വചനം പറഞ്ഞാലും ഫെയ്ത്ത് കിട്ടുമോ? ഒന്നുമില്ല. അതാണ് തളർന്നു കിടക്കുന്ന ആൾ. ഹി ഹാസ് നോ ഫെയ്ത്ത്. ഹി കനോട്ട് ഹാവ് എ ഫെയ്ത്ത്. ഇവർ 4 പേർക്ക് നല്ല വിശ്വാസമുണ്ട്. അവർ കൊണ്ടുവന്ന് നോക്കിയപ്പോൾ എന്താ, ഈ വീടിൻ്റെ അടുത്തേക്ക് അടുക്കാൻ പോലും പറ്റില്ല, നിറച്ച ആൾക്കാർ. അപ്പോൾ അവരിങ്ങനെ വിചാരിച്ചു, എന്നാൽ ശരി നമുക്ക് കൊണ്ടുപോകാം, ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ചില്ല. അവർ ദേ വെന്റ് ഔട്ട് ഓഫ് ദ വേ. വല്ലവരുടെ വീടിൻ്റെ തല പൊട്ടി പൊളിക്കണേ. പോലീസ് കണ്ടാൽ എന്ത് ചെയ്യും? പോലീസ് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ലേ? പോലീസ് അറസ്റ്റ് ചെയ്യാം. ഇത് പോപ്പ് ഫ്രാൻസിസ് പറഞ്ഞൊരു കാര്യം, there should have been a litigation against them. പോപ്പ് പറഞ്ഞതാ. But they took the risk of that litigation. വല്ലവരുടെയും വീട് പൊളിക്കണത് ഒരു തെറ്റാണ്, പോലീസ് പിടിക്കാം. പക്ഷേ ഈ ഒരു ആത്മാവിനെ രക്ഷിക്കാൻ വേണ്ടി അവരത് ചെയ്തു. അത് വിശ്വാസത്തിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ കൂടിയാണ്. അവരിത് പൊളിച്ചിട്ട് ഇയാളെ താഴോട്ട് ഇറക്കി അവരിങ്ങനെ നിൽക്കുകയാണ്. ഈശോ തലയിലൊക്കെ ഈ ഡെബ്രിക്സ് വീണ്. ഇപ്പോൾ നോക്കിയപ്പോൾ എന്താണ്, അവർ കട്ടാമ്പാറ വെച്ച് അടിച്ച് പൊളിക്കുകയാണ്. ഈശോയുടെ കണ്ണുകൾ അവരുടെ കണ്ണുകളുമായിട്ട് ഏറ്റുമുട്ടുന്നു. അവരുടെ കണ്ണുകൾ ബൾബുകൾ തെളിഞ്ഞു നിൽക്കണമായിരിക്കും നിൽക്കുകയാണ്. ബൾബ് 8 ബൾബ് അവിടെ മിന്നണം. ഞങ്ങളുടെ കാര്യം ഞങ്ങൾ ഇത്ര നീ ചെയ്തോളൂ, ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. വെൽ ഡൺ. എന്നിട്ട് എന്താണ് എഴുതിയിരിക്കുന്നത് അവിടെ? അവരുടെ വിശ്വാസം കണ്ടിട്ട് യേശു തളർവാദ രോഗിയോട് പറഞ്ഞു. എന്ത് പറഞ്ഞു? എന്ത് പറഞ്ഞു? നിന്റെ പാപം
ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. വേറൊരു കാര്യം കൂടി പറഞ്ഞു. അതാണ്, നിങ്ങൾ ബൈബിള് ശരിക്കും വായിക്കണം. യു ആർ റൈറ്റ്. മകനെ, അതാണ്. ഇപ്പൊ അവൻ നിരീശ്വരവാദിയാണോ, തളർവാദ രോഗിയാണോ, മകനാണോ? അവനെങ്ങനെ മകനായി? വിശ്വാസത്തിലൂടെ. ഇവൻ വാസ്തവത്തിൽ ഒരുതരം ജ്ഞാനസ്നാനമാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. മറ്റൊരാളുടെ വിശ്വാസം. നമ്മൾ ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ വിശ്വാസത്തിലൂടെയാണോ മറ്റൊരാളുടെ വിശ്വാസത്തിലൂടെയാണോ? മറ്റൊരാൾ. ഇറ്റ് ഈസ് എ ഗിഫ്റ്റ്. ഇറ്റ് ഈസ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. നിത്യജീവൻ ദൈവത്തിൻ്റെ ഒരു ദാനമാണ്. അങ്ങനെ മനസ്സിലാക്കി എളുപ്പമാണ്. മനസ്സിലായി? പക്ഷെ നമ്മളെപ്പോഴും ഈ പ്രവൃത്തിയിൽ അടിസ്ഥാനപ്പെട്ടുകൊണ്ട് ചിന്തിക്കുന്നതുകൊണ്ടാണ് ഞങ്ങളൊന്നും ചെയ്യണ്ടേ. അതാണ് ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. ഇനി നീ പറയണമാതിരി കേൾക്കാം. നീ പറയണത് കേട്ടാൽ കാര്യം നടക്കും. നീ പറയണത് എന്താ? ഈശോ പറഞ്ഞത്. ഈശോ പറഞ്ഞാൽ വിശ്വസിച്ചാൽ മതി. അപ്പോൾ ആ 4 പേരുടെ വിശ്വാസത്തിലൂടെ, ഇതാണ് നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം, വരം. നമ്മുടെ രക്ഷ മാത്രമല്ല, നമ്മുടെ വിശ്വാസത്തിലൂടെ വിശ്വാസമില്ലാത്ത ഒരാളെ രക്ഷിക്കാൻ പറ്റുമെന്നതാണ് നമ്മളുടെ എക്കോണമി ഓഫ് സാൽവേഷൻ്റെ ഒരു തത്വം. എക്കോണമി ഓഫ് സാൽവേഷൻ. സാൽവേഷൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് തന്നിരിക്കുകയാണ്. നമ്മൾ ആ ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു ശാഖയാണ്. ഈ ശാഖയ്ക്ക് തന്നിരിക്കുന്ന ഒരു കാര്യം, നീ എവിടെയെല്ലാം പോയിക്കോ, നീ എൻ്റെ വിശ്വസിക്കുകയാണെങ്കിൽ നീ പറയണവരെയൊക്കെ ഞാൻ രക്ഷിക്കും. കാരണം ഞാനെല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ കൃപ നീ അവരിലേക്ക് കൊടുക്കും. അയാൾ നിരീശ്വരവാദി, അയാൾക്ക് അറിഞ്ഞൂടാ. പാവം, ഇവൻ തളർവാദി, അവൻ അറിഞ്ഞൂടാ. പക്ഷെ നീ വിശ്വസിക്കുന്നത് കൊണ്ട് നിന്നിലൂടെ അവിടെ എത്തിക്കണം. ഇത് നിന്നിലൂടെ അവിടെ എത്തിക്കണം. കർത്താവിൻ്റെ ആഗ്രഹം എല്ലാ നിരീശ്വരവാദികളിലേക്കും ഇതെത്തിക്കണം. ഓക്കെ, ഇസ് ഇറ്റ് ഓൾ റൈറ്റ്? ഓക്കെ, എന്നാൽ ഇനി നമുക്ക് ബ്രഞ്ച് കഴിക്കാൻ പോവാം. ഇപ്പം എത്ര മണിയായി? എൻ്റെ കർത്താവ്, മണി 10ആയി. ഞാൻ ഇൻസുലിൻ എടുക്കേണ്ട ആളാണ്. എനിക്ക് വിറയ്ക്കണമെന്നില്ല ഏതായാലും. ശരി, നമുക്കൊന്ന് കർത്താവിന് നന്ദി പറയുന്നാൽ. ഐ എം സോ ഹാപ്പി നിങ്ങളിതെല്ലാം കേൾക്കുന്നുണ്ടല്ലോ. നിങ്ങളാരും പോയില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ദാഹത്തിനും നിങ്ങളുടെ തീഷ്ണതയ്ക്ക് നന്ദി പറയും. ഇല്ല, ആ പ്രാർത്ഥന വേറെയാ. നിങ്ങളിൽ നിലനിൽക്കുന്ന ഒരു കർത്താവുണ്ടോ? എന്നേക്കുമായിട്ട് നിന്നിൽ പരിശുദ്ധാത്മാവുണ്ടോ? ഇതൊക്കെയാണ് കംപ്ലീറ്റ് റോങ് വൊക്കാബുലറിയാണ്. നിലനിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. കാരണം നീ എന്ത് വിശ്വസിക്കണം? നിന്നിൽ നിൽക്കുന്ന ആള് നീ പാപം ചെയ്യുമ്പോൾ വിട്ടുപോണ ആളാണെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ നിലനിൽപ്പിൻ്റെ വരത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. മറിച്ച് നീ വിശ്വസിക്കുകയാണെങ്കിൽ എന്നിൽ വസിക്കുന്ന കർത്താവ് ഈശോമിശിഹ, ഞാൻ മാരകപാപം ചെയ്താൽ പോലും എന്നെ വിടൂല, എന്നെ പിടിച്ച് സ്വർഗത്തിൽ കൊണ്ടാണ് നിൽക്കണം. ഇത് വിശ്വസിച്ചാൽ മതി. നിലനിൽപ്പിൻ്റെ കാര്യം വിശ്വാസമാണ്. ഇതാണ്. ഇപ്പം പെട്ടെന്നൊന്നും കൂടി പറഞ്ഞോട്ടെ. ഞാനിവിടെ അവിടെ അയർലൻഡിൽ പോയി എന്നെ കൊണ്ടുപോകുന്ന ആൾ വണ്ടിയിൽ വന്നിരിക്കണം. അപ്പോൾ അവൻ നാട്ടു വർത്താനമൊക്കെ പറയാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞിട മോനെ, തോമസ് പോൾ ബ്രദറിനെ നിൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. നീ നാട്ടിലെ കാര്യമൊന്നുമല്ല ഇപ്പം ചോദിക്കേണ്ടത്. വല്ല ദൈവികമായ കാര്യങ്ങൾ പറയാനാണെങ്കിൽ ഐ ആം ഹാപ്പി. എനിക്ക് വേറെയുള്ളൊന്നും 4 മണിക്കൂർ യാത്രയുണ്ടേ. അപ്പോൾ അവനും ഭാര്യയുണ്ട്. ഞാൻ പറഞ്ഞു നല്ല ചാൻസ് ആണല്ലോ. അപ്പം നമുക്ക് ബ്രദറുമായിട്ടൊരു ധ്യാനം തന്നെ നടത്താം. ദാറ്റ്സ് എ പോയിന്റ്. 4 മണിക്കൂർ കാറിൻ്റെ അകത്ത് തന്നെ കിട്ടിയേക്കണം. ഇനി എന്നോട് നാട്ടുവർത്താനം പറയണോ സ്വർഗത്തിൻ്റെ കാര്യം പറയണോ? അവനപ്പോഴാണ് ഈ വെളിവുണ്ടായത്. അപ്പോൾ സംസാരിക്കാൻ തുടങ്ങി. ദാറ്റ് ഇസ് ഡിസ്കസ്. നമുക്ക് ഡിബേറ്റ് ചെയ്യാം, ചർച്ച ചെയ്യാം, തർക്കിക്കാം. കാറിൻ്റെ അകത്തല്ലേ, നല്ല ഓഡിയോ, നല്ല ആംബിയൻ്റ് ആണല്ലോ. അവൻ ചോദിച്ചു, ബ്രദർ എങ്ങനെ 25 വർഷമായിട്ട് ഇങ്ങനെ മിന്നി നടക്കണേ എന്ന് പറഞ്ഞാൽ ആത്മാവിൽ ജ്വലിക്കുന്നത്? നല്ല ചോദ്യമാണ്. ചിന്തിച്ചാൽ അപ്പം ഞാൻ ചോദിച്ചു, നീ പരിശുദ്ധാത്മാവിനെ കുറിച്ച് എന്താ മനസ്സിലാക്കിയിരിക്കണേ? നീ മനസ്സിലാക്കിയിരിക്കുന്നത് ഇങ്ങനെയാണോ? നീ എന്തെങ്കിലും പാപം ചെയ്താൽ പരിശുദ്ധാത്മാവ് ഉടനെ വിട്ടുപോകുന്നാണോ മനസ്സിലാക്കിയിരിക്കുന്നത്? അതല്ലേ നമ്മളെല്ലാവരും പഠിപ്പിച്ചേക്കണത്. ഞാനൊരു ധ്യാനം കൂടി ഒരു 5-6 ദിവസത്തേക്ക് നല്ല അഭിഷേകവും 1 മാസം കഴിയുമ്പോഴേക്കും അത് പോയി. പിന്നെ വേറൊരു ധ്യാനം കൂടി, ഇങ്ങനെ ധ്യാനം കൂടണം. അത് തെറ്റാണത്. ഇവിടെയാണ് പ്രശ്നം. ഞാൻ വിശ്വസിക്കുന്നത്
25 വർഷമായിട്ട് ഞാൻ വിശ്വസിക്കുന്നത് പരിശുദ്ധാത്മാവ് എന്നിൽ നിന്ന് ഒരിക്കലും വിട്ടുപോവില്ല. ഞാൻ എത്ര വലിയ പാപിയാണെങ്കിലും വിട്ടുപോയില്ല. പരിശുദ്ധാത്മാവിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് എന്നെ വിശുദ്ധീകരിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ. അങ്ങനെയാണോ? അങ്ങനെയാണ്. അതാണ് ഈശോ പറഞ്ഞതിൻ്റെ അർത്ഥം. ഞാൻ പിതാവിനോട് പ്രാർത്ഥിക്കുകയും നിന്നോടുകൂടെ എപ്പോഴും ആയിരിക്കാൻ. ഏതാളാ പാപം ചെയ്യാത്തത്? എല്ലാ മനുഷ്യരും പാപികളാണ്, ഇല്ലേ? ഇപ്പം ചിലർ പറയും യോഗ്യതയോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ. ഇന്ന് കുമ്പസാരിച്ച് നാളെ കുർബാന സ്വീകരിക്കാൻ പോണേക്ക് മുമ്പ് പാപം ചെയ്യോ ഇല്ലയോ? ചെയ്തു പോകുന്നുണ്ടോ ഇല്ലയോ? ഇന്ന് കുമ്പസാരിച്ച് ഭയങ്കര വിശുദ്ധനായി, നാളെയാണ് കുർബാന. ഈ 24 മണിക്കൂറിനകത്ത് നമ്മൾ പാപം ചെയ്യുന്നുണ്ടോ ഇല്ലയോ? 100 പാപം ചെയ്യുന്നുണ്ടാവും. ആരും വിശുദ്ധരല്ല. സ്വർഗം എന്നിട്ട് നമ്മളെ കൊണ്ട് നടക്കാൻ. അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരിക്കലും വിട്ടുപോകില്ല, ഒരിക്കലും വിട്ടുപോകില്ല. അത് വിശ്വസിച്ചാൽ അതാണ് നിലനിൽപ്പ്. അതാണ് പണ്ടേ മുതൽ സഭ പഠിപ്പിക്കുന്നതും. ഇപ്പം ഈ പുസ്തകം ഒന്ന് പൊക്കി കാണിച്ചു മോനെ, ആ ജോൺ പോൾ രണ്ടാമൻ്റെ പുസ്തകം. ഇതിൽ ഉടനീളം പറയുന്നത് ഹോളി സ്പിരിറ്റ് ഈസ് എവരിത്തിങ്. പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ ഐ ബിലീവ് ഇൻ ജീസസ് ക്രൈസ്റ്റ് കൺസീവ്ഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. കേട്ടോ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു പറയുമ്പോൾ പരിശുദ്ധാത്മാവിനെ കൂടാണ്ട് നമുക്ക് പറയാൻ പറ്റുമോ? യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോഴും ഹീ ഈസ് കൺസീവ്ഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവില്ലാണ്ട് യേശുക്രിസ്തു ഇല്ല. ഇത് ഞാനൊരു പന്തക്കുസ്തക്കാരനായിട്ട് പറയണതാണോ? അത് സഭയുടെ പ്രബോധനമാണിത്. അപ്പോൾ നമ്മളുടെ അന്നു മുതൽ അവന് ഭയങ്കര സന്തോഷമാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള അറിവിൽ പരിശുദ്ധാത്മാവ് അന്ത്യദിനത്തിൽ ഉയർപ്പിക്കാൻ വരെയുള്ള പൊട്ടാസ് നമുക്കിപ്പോൾ തന്നിരിക്കുകയാണ്, നമ്മളുടെ അകത്ത് ഇൻസ്റ്റോൾഡാണ്. എനിക്ക് ഭയങ്കര അഭിമാനമാണ് ഇപ്പോഴും. അന്ത്യദിനത്തിൽ ഞാൻ കർത്താവിൻ്റെ കൂടെ വലതുഭാഗത്ത് നിൽക്കുന്നുള്ളത് ഞാൻ ഇവിടെ വെച്ച് കാണുകയാണ്. എന്നെ ഒരു ശക്തിക്കും പരാജയപ്പെടുത്താൻ പറ്റില്ല. കാരണം എനിക്ക് വേണ്ടി മരിച്ച കർത്താവ് ശമിക്കുക, എനിക്ക് വേണ്ടി പരിശുദ്ധാത്മാവിന് നൽകിയ കർത്താവ് ശമിക്കുക. ഇവർ 2 അഡ്വക്കേറ്റുമാർ എന്നെ പിടിച്ചുകൊണ്ടിങ്ങനെ നടക്കുകയാണ്. ഈ ഒരു വിശ്വാസമാണ് നമ്മൾ. പിന്നെ ആ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മൾ എപ്പോഴും അനുഭവിക്കാം, എപ്പോഴും. ഹീസ് ലൈക്ക് ബ്രത്താണ്. ബ്രത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ശ്വാസമില്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? എന്ന മാതിരി ശ്വാസമാണ് മനുഷ്യൻ്റെ. അല്ലല്ല, പരിശുദ്ധാത്മാവ് ഇപ്പോഴേ തന്നിരിക്കുന്നു. ഈ നമ്മൾ ഭക്ഷിക്കുന്ന തിരുശരീരം നമുക്ക് തന്നിരിക്കുന്നു. ആ ശരീരം, നമ്മൾ ഭക്ഷിക്കുന്ന ഈശോയുടെ ശരീരം നമ്മുടെ ശരീരവുമായിട്ടുള്ള ചേർന്നേക്കണത് നമ്മുടെ ആത്മാവുമായിട്ടാണ്. മനസ്സിലായ? ആ ശരീരം ഉയർത്തെഴുന്നേറ്റ ശരീരമാണ്. ആ ഉയർത്തെഴുന്നേറ്റ ശരീരത്തിൻ്റെ കപ്പാസിറ്റി, ആ ശരീരം നമ്മളെ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ബട്ട് ഹീസ് എ പേഴ്സണാണ്. അതൊക്കെയാണ്. അതിനാണ് ഇനി നമുക്ക് അടുത്ത ക്ലാസ്. വാസ്തവത്തിൽ ഇന്ന് ഞാൻ ജ്ഞാനത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കാൻ ഉദ്ദേശിച്ചതെല്ലാം. ഇപ്പം ഇതേണ്ടോ, ഇതിനകത്ത് ഹോളി ഫാദറിൻ്റെ ഒരു ചെറിയ ഇത് പറയാം. ഈ ഡോമിനം വിഫിക്കാന്തത്തിൽ പറയാണ്, ഹീ ഈസ് ദ ഗിഫ്റ്റ്, മോഡ് ഓഫ് ഗിഫ്റ്റ്. ഇറ്റ് ഈസ് ദ ഹോളി സ്പിരിറ്റ് who is the personal expression of this self-giving, of this being love. He is person love, he is person gift. എന്ന് പറഞ്ഞാൽ ത്രിത്വത്തെ മുഴുവനും ഒരു ഗിഫ്റ്റ് മോഡിലൂടെ നമുക്ക് തന്നിരിക്കുകയാണ്, ത്രൂ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിലൂടെ ത്രിത്വൈക ദൈവം നമ്മളിൽ ദാനമായിട്ട് വന്നിരിക്കുകയാണ്. ആ ദാനത്തിൻ്റെ അന്തസത്തയിൽ അത് സ്നേഹമാണ്. ആരുടെ സ്നേഹമാണ്? ത്രിത്വത്തിലെ പിതാവും പുത്രനും. അതാണ് വായിക്കാം, ഇത് വായിച്ചുമ്പോൾ അത് ഇൻ ഹിസ് ഇൻറ്റിമേറ്റ് ലൈഫ് ഗോഡ് ഈസ് ലവ്. ഗോഡ് ഈസ് ലവ്. ദ എസെൻഷ്യൽ ലവ് ഷെയർഡ് ബൈ ദ 3 ഡിവൈൻ പേഴ്സൺസ്. കണ്ടോ, ഇറ്റ്സ് എ ലവ് ഷെയർഡ് ബൈ ദ 3 ഡിവൈൻ പേഴ്സൺസ്
Personal love is the Holy Spirit as the Spirit of the Father and the Son. Love but Spirit. Love but Spirit. ആ സ്പിരിറ്റ് ഒരു വ്യക്തിയാണ്. Therefore, he searches even the depth of God as uncreated love gift. Uncreated love. ദൈവത്തിൻ്റെ സത്തയായതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് ക്രിയേറ്റഡ് ബൈ ഗോഡ്. ആ അർത്ഥത്തിലാണ് ഗോഡ് ഈസ് ലവ്. അപ്പോൾ നമ്മളിലേക്ക് പരിശുദ്ധാത്മാവ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഈ ദൈവത്തെ തന്നെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ സ്നേഹത്തെ എന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ സ്നേഹത്തെ എന്ന് നമ്മൾ പറയുമ്പോൾ ദാറ്റ് ഈസ് ഗോഡ് ഹിംസെൽഫ്, ബിക്കോസ് ഹീ ഡോണ്ട് ക്രിയേറ്റ് ലവ്, ഹീ ഈസ് ലവ്. അത് നമ്മളിൽ വന്നു കഴിഞ്ഞിട്ട് വി ക്രിയേറ്റ് ലവ് ഫോർ അതേഴ്സ്. ഇതാണ് അൺക്രിയേറ്റഡ് ലവ്. ഈ ഡോമിനം വികാന്തത്തിൻ്റെ 10. Here we have an inexhaustible treasure of the reality and an inexpressible deepening of the concept of person in God, which only divine revelation makes known to us. അതാണ് നമ്മുടെ ബുദ്ധിമുട്ട്. നമ്മൾ ഡിവൈൻ റെവലേഷനിലൂടെ ഇത് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ക്ഷമിക്കണം, ഞാനൊരു കാര്യം പറയണത്, നമ്മുടെ ധ്യാനത്തിലായാലും പ്രാർത്ഥനയിലായാലും നൊവേനയിലായാലും ഇതെല്ലാം ഡിവൈൻ റെവലേഷന് വേണ്ടിയാണോ നമ്മൾ പോണത്? അല്ല, നമ്മൾ നമ്മുടെ കാര്യസാധ്യത്തിലാണ് പോണത്. അപ്പോൾ നമുക്ക് ഡിവൈൻ റെവലേഷൻ ഈസ് ഡിപ്രൈവ്ഡ്. കണ്ടോ, നമ്മളിപ്പോൾ മെറ്റീരിയലിസ്റ്റിക് ഇൻറ്റൻഷൻ പോകുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം എന്താണെന്ന് വെച്ചാൽ, പിതാവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ആ മീൻകറി അവിടെ കിട്ടാനില്ല, നമ്മൾ ഉദ്ദേശിച്ച മീൻകറി കിട്ടണം. അതായത് ആ ഡിവൈൻ റെവലേഷൻ നമുക്ക് നഷ്ടപ്പെടില്ല, അതവിടെ ഇരിക്കുന്നുണ്ട്. അൺറിസീവ്ഡ് ഗിഫ്റ്റ്, ഈ അൺറിട്ടേൺ ഡെലിവറി, അൺഡെലിവേർഡ് ആൻഡ് റിട്ടേൺഡ് എന്ന് പറഞ്ഞ മാതിരി സ്വർഗത്തിൽ അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടെന്നാണ് പറയണത്. അതാണ് ഏറ്റവും വലിയ ഡിപ്പാർട്ട്മെൻറ്റ്. ഈ ഒരുപാട് പെട്ടികൾ ഇതൊക്കെ സ്വർഗത്തിലേക്ക് ഭൂമിയിലേക്ക് അയച്ചിട്ട് അൺഡെലിവേർഡ് ആൻഡ് റിട്ടേൺഡ്. എന്താ മോൻ ചോദിക്കാൻ പറഞ്ഞത്? പിന്നെ ചോദിക്കല്ലേ, ഭക്ഷണം കഴിച്ചിട്ട്. ഇത് ഡോമിനം വിഫിക്കാൻഡത്തിലെ പാരഗ്രാഫ് 10. ഡോമിനം വിഫിക്കാൻഡം ചാപ്റ്റർ 2 പാരഗ്രാഫ് 10 ആണ്. അങ്ങനെ ഭയങ്കര സന്തോഷം നിങ്ങളിതെല്ലാം കേൾക്കാൻ സന്മനസ് കാണിച്ചാൽ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വേഗം ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് അരമണിക്കൂറിനകത്ത് തിരിച്ചു വരണം. അരമണിക്കൂർ കൊണ്ട് നിങ്ങൾ വേഗം കഴിച്ച് ബാത്റൂമിലൊക്കെ പോയി 10:45 ഇവിടെ എത്തണം. 10:45 കേട്ടോ, സമയം വൈകരുത്. നമ്മൾ ഭയങ്കര ഓവർ